ഇന്ന് ഞായറാഴ്ച രാവിലെ ആയിക്കൊണ്ട് ഞങ്ങളെല്ലാവരും പള്ളിയിലോട്ട് നടന്നാണ് പോയത്. തണുപ്പിന് ഒട്ടും കുറവില്ല. എന്നാലും നടക്കാൻ എല്ലാവർക്കും നല്ല മനസ്സുണ്ടായിരുന്നു. ഇന്ന് ഒരു വിശേഷ ദിവസമാണ്. ഞങ്ങളുടെ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണിന്ന്. പക്ഷേ അച്ചാച്ചൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. പക്ഷേ സാരമില്ല, ഞങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ചിട്ട് വീട്ടിൽ വന്ന്. ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇരുട്ടും. അപ്പം പുറത്തെ പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് പിള്ളേർ കോഴിക്ക് തീറ്റ കൊടുക്കുകയും വെള്ളം വെക്കുകയും കമ്പോസ്റ്റിൽ വേസ്റ്റ് കൊണ്ടിടുകയും ഒക്കെ ചെയ്ത് അവരുടെ പണിയൊക്കെ അവസാനിപ്പിച്ച് കുറച്ച് വിറകുമൊക്കെ എടുത്ത് കയറി വന്നു. ഇനി എൻ്റെ കിച്ചണിലെ പണികളും കൂടെ വേഗം ഒന്ന് അവസാനിപ്പിച്ച് ഒന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ആ തീയും കാഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് കപ്പ വേവിച്ചു, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പിള്ളേരാകെ ഒരു എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇനി അച്ചാച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കും. പുറത്ത് അച്ചാച്ചൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ഇവിടെ ടേബിളിൽ കേക്കും മെഴുകുതിരി സെറ്റ് ചെയ്തു, യൂട്യൂബിൽ ബർത്ത്ഡേ സോങ്ങും റെഡിയാക്കി വെച്ചു. പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അത് ഉണ്ടാക്കുന്ന ആൾക്കും സന്തോഷം, കഴിക്കുന്ന ആൾക്കും സന്തോഷം. അതിനോടൊപ്പം തന്നെ ഈ 2025 നമ്മൾ ചെറിയ രീതിയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. മക്കളുടെ 3 പേരുടെയും ബർത്ത്ഡേക്ക് മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. മുമ്പോട്ടുള്ള വർഷങ്ങളിലും നമുക്ക് ഇതേപോലെ നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആഘോഷിക്കാൻ ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യം ഒക്കെ തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞേയില്ല കേട്ടോ. 10 മണിയോളമായി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന്. അതിനുശേഷം പിന്നെ ഞങ്ങളൊരു സിനിമയൊക്കെ ഇട്ടു. ഫയർ പ്ലേസ് എല്ലാം നമ്മൾ റെഡിയാക്കി നേരത്തെ തീയൊക്കെ കത്തിച്ചിട്ടേക്കുന്നത് കൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.